പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടെ നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളോടിന്ന് സംസാരിക്കട്ടെ. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്കും നമ്മുടെ അകാരണ ഭയങ്ങൾക്കും നമ്മുടെ വിഷാദത്തിനും നമ്മുടെ നിരാശയ്ക്കും നമ്മുടെ സങ്കടങ്ങൾക്കും എല്ലാം പരിശുദ്ധാത്മാവ് ഇന്ന് ഉത്തരം നൽകട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്ന ഒരു കാര്യമാണ്. അതായത്, എനിക്ക് 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അവർ ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവർ മരണമടഞ്ഞു. അവർ മരണമടഞ്ഞതിന് എൻ്റെ അമ്മ പറഞ്ഞത്, മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു രോഗം അവരെ ബാധിച്ചു. അത് വേറൊന്നുമല്ല, കോളറ എന്ന രോഗമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് കോളറ എന്ന രോഗം മരുന്നില്ലാത്ത ഒരു രോഗമായിരുന്നു. ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു. ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ആ മാരകമായ രോഗങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ചത് നമ്മുടെ കുടുംബം മുഴുവൻ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയും നിരന്തരമായി മിഖായേൽ മാലാഖയുടെ സംരക്ഷണം യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ആ രോഗം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാത്രമല്ല, ആ ഗ്രാമത്തിൽ നിന്ന് വരെ വിട്ടുപോയി എന്ന് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് ജനം വളരെയധികം ഭയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. തീവ്രവാദങ്ങൾ പെരുകുന്നു. അസഹിഷ്ണുത, സ്വാർത്ഥത, കുടുംബ തകർച്ച, മാരകമായ രോഗങ്ങൾ. അപ്പം ജനം ഭയപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥനയും വിശുദ്ധ മിഖായേലിനോടുള്ള നമ്മുടെ മാധ്യസ്ഥവും നമുക്ക് വലിയ ശക്തിയായിരിക്കുമെന്ന് നമ്മുടെ കാർന്നന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ പ്രാർത്ഥിക്കാറുണ്ട്, മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ ഞങ്ങളെ സംരക്ഷിക്കണമേ. പ്രത്യേകിച്ച് നാരകീയ ശക്തികൾക്കെതിരെ, സാത്താനെതിരെ, തിന്മയ്ക്കെതിരെ, ശത്രുക്കളാൽ നമ്മൾ തകർക്കപ്പെടുന്ന സമയങ്ങളിൽ എപ്പോഴെല്ലാം വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു എന്നത് നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഒരു പാരമ്പര്യമാണ്. അപ്പോൾ ആരാണ് വിശുദ്ധ മിഖായേൽ? ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിലാണ് അച്ഛൻ ഡിഗ്രി പഠിച്ചതെങ്കിലും വിശുദ്ധ മിഖായേലിനെ കുറിച്ച് അന്ന് കൂടുതൽ ചിന്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഇന്ന് വിശുദ്ധ മിഖായേലിനെ കുറിച്ച് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും കാരണങ്ങളിലൊന്ന്, ഇന്ന് ഈ ലോകത്തെ ബാധിച്ചിരിക്കുന്ന ആ ഒരു ഭയപ്പാടുകളും അസ്വസ്ഥതകളുമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന ജനമാണ്. അപ്പം ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ഇങ്ങനെ ഭയപ്പെട്ട് മരണത്തോടടുക്കുന്ന ഒരവസ്ഥ. അപ്പം ലോകത്തിൽ ഒരുതരം ഇരുള് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ രാഷ്ട്രീയ മേഖലകളിൽ, നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ആത്മീയ മേഖലകളിൽ, നമ്മുടെ ഭൗതിക മേഖലകളിൽ, നമ്മുടെ ശാരീരികമായ മേഖലകൾ, അതായത് മാരകമായ രോഗങ്ങൾ. ഈ അവസരത്തിൽ വിശുദ്ധ മിഖായേലിനെ കുറിച്ച് ധ്യാനിക്കുന്നതും വിശുദ്ധ മിഖായേലിനോട് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞുള്ള ഒരു ധ്യാന ചിന്തയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഈ ചിന്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് നൽകിയത് പരിശുദ്ധാത്മാവാണ്. അപ്പം ഞാൻ വിശുദ്ധ മിഖായേലിനെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ എന്താണ് മിഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം? അത് വേറൊന്നുമല്ല, ദൈവത്തിന് സമൻ ആര് എന്ന ചോദ്യമാണ്.
അതായത് ദൈവത്തിന് സമനായിട്ട് വേറെ ആരുമില്ല. അപ്പം ദൈവത്തിൻ്റെ മഹത്വത്തിന് തുല്യമായിട്ട് വേറെ ആരുമില്ല. അപ്പം മിഖേൽ മാലാഖ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സംരക്ഷകനാണ്. എപ്പോഴെല്ലാം ദൈവത്തിനെതിരെ, ദൈവത്തിൻ്റെ മഹോന്നത സൃഷ്ടികളായ മനുഷ്യനെതിരെ സാത്താൻ എപ്പോഴെല്ലാം തിന്മകളും രോഗങ്ങളും തകർച്ചകളും കൊണ്ടുവരുമ്പോൾ, ആ ദൈവത്തിൻ്റെ സൃഷ്ടി നശിക്കാതിരിക്കാൻ സ്വർഗത്തിൽ നിന്ന് വരുന്ന ദൂതനായിട്ടാണ് ബൈബിളിൽ വിശുദ്ധ മിഖായേലിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ദൈവത്തിന് സമനാര്? അപ്പം ദൈവത്തിന് തുല്യനായിട്ട് ആരുമില്ല. അപ്പം ആ ദൈവത്തിൻ്റെ മഹത്വം, അതിനുവേണ്ടി പടപൊരുതുന്ന തീഷ്ണതയുള്ള ഒരു ദൂതനാണ് വിശുദ്ധ മിഖായേൽ. ദൈവത്തിനു വേണ്ടി തീഷ്ണതയാൽ ജ്വലിക്കുന്ന ഒരു പ്രതീകമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി തീഷ്ണതയാൽ ജ്വലിക്കുന്ന ഒരു പ്രതീകമാണ് വിശുദ്ധ മിഖായേൽ. അപ്പോൾ മിഖായേലിനോടുള്ള പ്രാർത്ഥനയും മിഖായേലിൻ്റെ സംരക്ഷണവും സകലവിധ നാരകീയ ശക്തികൾക്കെതിരെയുള്ള നമ്മുടെ യുദ്ധത്തിനുള്ള വലിയ ആയുധമാണ്. മാരകമായ രോഗത്തിനെതിരെയുള്ള നമ്മുടെ പടവെട്ടലിനുള്ള വലിയൊരു ആയുധമാണ് വിശുദ്ധ മിഖായേൽ എന്ന് ബൈബിള് നമ്മെ പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ വിശുദ്ധ മിഖായേലിനെ വിളിക്കുന്ന പേര് മുഖ്യ ദൂതൻ എന്നാണ്. അതായത് ദൂതന്മാരുടെ ദൂതൻ, അല്ലെങ്കിൽ എല്ലാ ദൂതന്മാർക്കും നേതൃത്വം കൊടുക്കുന്ന ദൂതൻ. അതാണ് വിശുദ്ധ മിഖായേൽ. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ദൂതന്മാരിൽ പ്രമുഖൻ. ഈ ദൂതന്മാരെല്ലാം നന്മയുടെ വക്താക്കളാണ്. ദൈവം നന്മയാകുമ്പോൾ നന്മ ലോകത്ത് പരക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വക്താക്കളാണ് ദൂതന്മാർ. അവർ ദൈവത്തിൻ്റെ ശബ്ദമാകുന്നു, അവർ ദൈവത്തിൻ്റെ കൈകളാകുന്നു, അവർ ദൈവത്തിൻ്റെ അനുഭവമാകുന്നു. എപ്പോഴെല്ലാം ഒരു ദേശത്ത് ഒരു വ്യക്തിക്ക് എപ്പോഴെല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണവും സാന്നിധ്യവും ആവശ്യമായി വരുന്ന സമയങ്ങളിലെല്ലാം, ആരെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, രക്ഷയുടെ പുസ്തകത്തിൽ ആരൊക്കെ തങ്ങളുടെ പേരുകൾ എഴുതി ചേർക്കപ്പെടുമ്പോൾ, അവർക്കെല്ലാം വേണ്ടി പടവെട്ടുവാൻ സ്വർഗത്തിൽ നിന്ന് വരുന്ന ദൂതന്മാരുടെ ദൂതൻ, അല്ലെങ്കിൽ ദൂതന്മാരിൽ പ്രമുഖനായ വിശുദ്ധ മിഖായേൽ അവിടെ വരും. അപ്പം മിഖായേലിനോടുള്ള സംരക്ഷണ പ്രാർത്ഥന നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ കത്തോലിക്ക വിശ്വാസികൾ, പ്രത്യേകിച്ച് ഇടിവെട്ടും മിന്നലും അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള അസ്വസ്ഥതകൾ, പൈശാചിക പീഡകൾ, സാമ്പത്തിക തകർച്ചകൾ, കുടുംബ തകർച്ചകൾ, ഇതെല്ലാം വരുമ്പോൾ വിശുദ്ധ മിഖായേലിൻ്റെ അടുത്ത് ദൈവജനം അഭയം തേടുകയും അവർക്കെല്ലാം അത്ഭുതകരമായിട്ടുള്ള ഡെലിവറൻസ്, വിടുതൽ ലഭിക്കുന്നതായിട്ട് നാം കാണുന്നുമുണ്ട്. വിശുദ്ധ മിഖായേലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം നമുക്ക് നൽകിയത് ദാനിയേൽ പ്രവാചകനാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ ഈ വിശുദ്ധ മിഖായേലിനെ വിളിക്കുന്നത് പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തിയെന്നാണ്. ഞാൻ റോമിലേക്ക് പഠിക്കാൻ പോയ സമയം അവിടെ ഒരു ബിഷപ്പായിരുന്നു എൻ്റെ സ്പോൺസർ, അഭിവന്യ ജൺ കാർലോ എന്ന ബിഷപ്പ്. ഞാൻ ചെന്ന സ്ഥലത്ത് അധികം മലയാളികൾ ഉണ്ടായില്ല. എനിക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന സമയമാണ്. എൻ്റെ അടുത്തേക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരു സഹോദരൻ, ഒരു ഇറ്റാലിയൻ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ പേര് മാർക്കോ എന്നാണ്. ഈ മാർക്കോ ഞാൻ ഇറ്റലിയിൽ നിന്ന് പഠിച്ച് മടങ്ങി ഇന്ത്യയിൽ എത്തുന്നത് വരെ എൻ്റെ ഒരു വലിയ സഹായിയായിരുന്നു. എനിക്ക് ഭക്ഷണം നൽകാൻ, എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കാൻ, ഒരു കാവൽ ദൂതനെ പോലെ എൻ്റെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി നിന്ന ഒരു യുവാവായിരുന്നു
മാർക്കോ. ഞാൻ ഒരിക്കൽ ചോദിച്ചു, മാർക്കോ, നീ എൻ്റെ മാലാഖയാണ്. കാരണം ഒരാളും ഇത്രമാത്രം എളിമയോടെ, ഇത്രമാത്രം ഹൃദയം തുറന്ന് ഒരാളെ സഹായിക്കില്ല. ഞാൻ ചോദിച്ചു, മാർക്കോ, ഞാനൊരു വിദേശിയാണ്, എന്നിട്ടും എന്താണ് നിന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ഒരു മാലാഖയാകാൻ? മാർക്കോ എന്ന് പറയുന്ന ആ സഹോദരൻ എനിക്ക് നൽകിയ ഉത്തരം എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാനൊരു ദിവസം അച്ഛൻ്റെ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് ലഭിച്ച ഒരു ഉൾപ്രേരണയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉൾപ്രേരണ കൊടുത്തത് ദൈവമാണ്. ദൈവം മാർക്കോ എന്ന സഹോദരനെ എൻ്റെ ഒരു കാവൽ ദൂതനാക്കി. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൽ കണ്ടത് ഒരു മിഖേൽ മാലാഖയെ പോലെ എന്നെ സംരക്ഷിക്കുന്നതായിട്ടാണ്. അപ്പം കുഞ്ഞുനാൾ മുതൽ മാലാഖമാരോട്, പ്രത്യേകിച്ച് കാവൽ മാലാഖമാരോട് വലിയ ഭക്തിയുള്ള ഒരാളായിരുന്നു ഞാൻ. മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ റഫേലിനോടും വിശുദ്ധ ഗബ്രിയേലിനോടും ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടത് മാർക്കോ എന്ന് പറയുന്ന ആ അന്യനാട്ടുകാരനായ ആ സഹോദരൻ എൻ്റെ ഒരു കാവൽ ദൂതനായിട്ട് നിലകൊണ്ടു. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം അദ്ദേഹത്തിന് ലഭിച്ച പ്രേരണയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രേരണ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടു, എൻ്റെ സഹായത്തിനായി മുഖ്യദൂതനായ മിഖായേൽ എത്തിയെന്ന് ദാനിയേൽ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ദാനിയേലിന് മാത്രം ഒരു ദർശനമുണ്ടാകുകയാണ്. വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ദർശനമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. ദാനിയേൽ പ്രവാചകൻ പറയുകയാണ്, ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചണവസ്ത്രവും ഊഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ഒരുവനെ കണ്ടു. അതായത് യഹൂദ ജനത കാലഘട്ടത്തിൽ പേർഷ്യക്കാരുടെയുമായിട്ട് നിരന്തരമായിട്ട് യുദ്ധത്തിലാണ്. അപ്പം പേർഷ്യക്കാരുടെ ആക്രമണങ്ങൾ മൂലം തളർന്ന് അവശരായിട്ട് നിൽക്കുന്ന ആ ഒരു ജനവിഭാഗമാണ്. അവരുടെ മുഴുവൻ ആശ്രയം എന്ന് പറയുന്നത് അന്ന് ആ കാലഘട്ടത്തിലെ പ്രവാചകനായ ദാനിയേലാണ്. ദാനിയേൽ ദൈവത്തിൻ്റെ വെളിപാടിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. ഈ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, ഞങ്ങളുടെ സഹനങ്ങൾക്ക്, ഞങ്ങളുടെ തളർച്ചകൾക്ക് ദൈവമേ നീ ഞങ്ങൾക്ക് ഉത്തരം നൽകൂ എന്ന് ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ആ ദാനിയേലിലൂടെയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ ആ കാലഘട്ടത്തിൽ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 10-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവാചകൻ ഉണ്ടാകുന്ന ദർശനം മറ്റുള്ളവർക്ക് ആർക്കും ലഭിച്ചില്ല. എന്നാൽ ദാനിയേലിൻ്റെ വലിയ അഭിഷേകം കണ്ട് അവിടെ ചുറ്റുമുണ്ടായിരുന്നവരെല്ലാം ഓടിക്കളഞ്ഞു. അപ്പോൾ ദാനിയേൽ കാണുന്ന ദർശനം ഇതാണ്, ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചണവസ്ത്രവും ഊഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ഒരുവനെ കണ്ടു. അവൻ്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയുമായിരുന്നു. അപ്പം അസാധാരണമായ ഒരു ദൈവിക പുരുഷനെ പോലുള്ള ഒരു പ്രതീകത്തെ ദാനിയേൽ പ്രവാചകൻ അവിടെ കാണുകയാണ്. ദാനിയേൽ മാത്രമാണ് ഈ ദർശനം കണ്ടത്. മറ്റുള്ളവർ പേടിച്ചോടിക്കളഞ്ഞു. ഈ ദർശനം കണ്ടു കഴിഞ്ഞ് അതിലിങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ, കാരണം വലിയ ഒരു തകർച്ചയുടെ നിമിഷമാണ്, ദാനിയേലിൻ്റെ കൈകാലുകളൊക്കെ തളർന്നു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ പ്രതീകം ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് ദാനിയേൽ പ്രവാചകൻ നമ്മളോട് പറയുക, ഒരു കരം എന്നെ സ്പർശിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളിൽ, മാരകമായ രോഗാവസ്ഥകളിൽ, ഒരു ദേശം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുന്ന സമയങ്ങളിൽ, എന്തു ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിക്കുന്ന സമയങ്ങളിൽ
ദാനിയേൽ പ്രവാചകന്റെ അനുഭവമാണ്. ഒരു കരം വന്ന് എന്നെ സ്പർശിച്ചു, അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. അപ്പം മരണത്തിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, അകാരണ ഭയങ്ങളിൽ നിന്ന്, നിരാശയിൽ നിന്ന് ജനം ആ ജനത്തെ എഴുന്നേൽപ്പിക്കാനായിട്ടുള്ള ശക്തമായ ഒരു ദൈവപുരുഷനുമായിട്ടുള്ള ഒരു വെളിപാടാണ് ദാനിയേൽ പ്രവാചകൻ കാണുന്നത്. അപ്പം ദാനിയേൽ പ്രവാചകന്റെ സ്വന്തം അനുഭവം കൊണ്ട് പറയുകയാണ്, ആ ഒരു കരം എന്നെ വന്ന് തൊട്ടു, എന്നെ എഴുന്നേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം മുഴുവൻ ആഗ്രഹിക്കുകയാണ് ഒരു ഉയർത്തെഴുന്നേൽക്കണം, ഒരു നവീകരണം നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ദേശത്തിന്, നമ്മുടെ രാജ്യത്തിന്. കാരണം തീവ്രവാദങ്ങൾ, അസഹിഷ്ണുതകൾ, മണ്ണിൽ മക്കൾ വാദങ്ങൾ, രാഷ്ട്രീയമായ വിജയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലഘട്ടം, മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ പലവിധമായ തിന്മകൾ, കലഹങ്ങൾ, രോഗങ്ങൾ, ഈ മേഖലകൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നാം ആഗ്രഹിക്കുകയാണ്. ഇവിടെ ദാനിയേൽ പ്രവാചകനെ സഹായിക്കാനായിട്ട് സ്വർഗത്തിൽ നിന്നുള്ള ദൂതന്മാരുടെ ഇടപെടലുകൾ നാം അനുഭവിക്കുകയാണ്. തളർന്നു നിന്ന ദാനിയേലിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആഗ്രഹിക്കുന്ന ഒത്തിരി ഹൃദയങ്ങളുണ്ട്, ഒത്തിരി ജീവിതങ്ങളുണ്ട്. എഴുന്നേൽക്കാൻ വയ്യാതെ തളർന്ന് കട്ടിലുകളിൽ കിടക്കുന്നവരുണ്ട്, മാരകമായ രോഗം ബാധിച്ചവരുണ്ട്, ക്യാൻസർ ബാധിച്ചവരുണ്ട്. പ്രിയപ്പെട്ടവർ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആഗ്രഹിക്കുന്നവരാണ് ഈ വചനം കേൾക്കുന്നവരിൽ പലരും. ദാനിയേൽ പ്രവാചകന്റെ അനുഭവത്തിൽ ആ ദിവ്യമായ വെളിപാടിൻ്റെ സമയത്ത് വളരെ ശക്തമായ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭവം ദാനിയേലിന് ലഭിക്കുക. ഒരു കരം വന്ന് തൊട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുന്നു. മാത്രമല്ല, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10:12 പറയുകയാണ്, അവൻ എന്നോട് സംസാരിച്ചു, എഴുന്നേൽക്കുക, ദാനിയേലേ ഭയപ്പെടേണ്ട. ഇന്ന് നാം ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ളൊരു മെസ്സേജാണ്. ഭയപ്പെടേണ്ട, മാറാ രോഗങ്ങളെ ഓർത്ത് ഭയപ്പെടേണ്ട, മാരകമായതൊന്നും നിന്റെ കുടുംബത്തിൽ സംഭവിക്കില്ല. നീ ചെയ്യേണ്ടതൊന്നു മാത്രമാണ്, ദൈവത്തിൽ നീ ആശ്രയിക്കണം, നിന്റെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തണം, പകലിന് യോജിച്ച വിധത്തിൽ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണം, തിന്മകളിൽ നിന്ന് നീ അകന്നു നിൽക്കണം, നീ പശ്ചാത്താപിക്കണം, നീ സുവിശേഷം പ്രഘോഷിക്കണം, നീ സുവിശേഷത്തിന് സാക്ഷികളായി തീരണം. അപ്പം ഈ ഒരു വലിയ സന്ദേശമാണ് ശരിക്കും ദൈവദൂതന്മാർ കാലാകാലങ്ങളിൽ നമുക്ക് നൽകുന്നത്. ഇവിടെ ആ വ്യക്തി ദാനിയേലിനോട് സംസാരിച്ചു, ദാനിയേല് ഭയപ്പെടേണ്ട, നിന്റെ അകാരണ ഭയം എടുത്തു മാറ്റുക, നിന്റെ അസ്വസ്ഥത എടുത്തു മാറ്റുക, നിന്റെ മരണഭയം എടുത്തു മാറ്റുക, നിന്റെ ശത്രുഭയം എടുത്തു മാറ്റുക. ഇതാ നീ ശക്തനും ധീരനുമാകുക. കാരണം ദാനിയേൽ പ്രവാചകന് ലഭിക്കുന്ന ബോധ്യം ദൈവം തൻ്റെ കൂടെയുണ്ട്. ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാരുടെ സംരക്ഷണമാണ്. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മുടെ ചുറ്റും കോട്ട കെട്ടിയുള്ള സംരക്ഷണം ഒരുക്കും. ഇന്ന് ലോകത്തിന്, ദൈവജനത്തിന് ഏറ്റവും ആവശ്യം ദൈവദൂതന്മാരുടെ കോട്ട കെട്ടിയുള്ള സംരക്ഷണമാണ്. ആ കോട്ട കെട്ടിയുള്ള സംരക്ഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ. വീണ്ടും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണ്. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ. ഇത് ദാനിയേൽ പ്രവാചകനോട് മാത്രമുള്ള ഒരു സന്ദേശമായിട്ട് നാം കാണരുത്. കാരണം ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പം സാത്താൻ ഈ മനുഷ്യനെ ദ്രോഹിക്കാൻ കാരണം, സാത്താന് ദൈവത്തോടും ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനോടും വലിയ കലിപ്പാണുള്ളത്, വെറുപ്പാണുള്ളത്. അപ്പം ദൈവത്തിനോട് യുദ്ധം ചെയ്യുന്നത് ദൈവത്തിൻ്റെ
പ്രിയപ്പെട്ട സൃഷ്ടികളായ മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടാണ്. കടബാധിതരാൽ അസ്വസ്ഥരായിരിക്കുന്നവരെ, രോഗപീഠകളാൽ വേദനിക്കുന്നവരെ, മാരകമായ രോഗത്തെക്കുറിച്ചോർത്ത് ഭയപ്പെടുന്നവരെ, ലോകത്തിലെ അസഹിഷ്ണുതയും അസ്വസ്ഥതയും കണ്ട് ഭയപ്പെടുന്നവരെ, ഇതാ ദൈവദൂതന്മാർ നൽകുന്ന മെസ്സേജാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യ ഭയപ്പെടേണ്ട, ശക്തനും ധീരനുമായിരിക്കുക. കാരണം മുഖ്യദൂതനായ മിഖേൽ അല്ലാതെ പേർഷ്യയിലെ ദൂതന്മാരോട് പടവെട്ടാൻ വേറെ ആരുമില്ല. അപ്പൊ യഹൂദ ജനത്തിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കൾക്കെതിരെ പടവെട്ടുന്ന മുഖ്യദൂതനായ വിശുദ്ധ മിഖായേല് ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ ശത്രുവിനോട് പടവെട്ടുന്നവനാണ് മുഖ്യദൂതനായ മിഖായേൽ എന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ദാനിയേൽ 10:21 നിന്റെ കാവൽ ദൂതനായ മിഖായേൽ ഒഴികെ ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല. അപ്പൊ ഈ തിന്മയ്ക്കെതിരെ, സാത്താനെതിരെ, ശത്രുവിനെതിരെ, രോഗങ്ങൾക്കെതിരെ പടപൊരുതുവാൻ വിശുദ്ധ മിഖായേൽ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. മിഖായേൽ മാലാഖയുടെ ദൗത്യം വിവരിക്കുന്ന ഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. അക്കാലത്ത് നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. അപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ അവരെ സകലവിധ രോഗങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും തിന്മകളിൽ നിന്നും രക്ഷിക്കുന്നവൻ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലാണെന്ന് ദാനിയേൽ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ മിഖായേൽ എഴുന്നേൽക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ അപ്പന്മാർ, അമ്മമാർ, കാർന്നന്മാരെല്ലാം അവർക്ക് ഒരു ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ വിശുദ്ധ മിഖായേലിനോട് അഭയം തേടുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളിലൊക്കെ മിഖായേൽ മാലാഖയുടെ ഫോട്ടോകളൊക്കെ നാം വെച്ചിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുരക്ഷിതത്വ ബോധമാണ് നമുക്കുള്ളത്. ഞാൻ എപ്പോഴെല്ലാം മാലാഖയോട്, വിശുദ്ധ മിഖായേലിനോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് അസാധാരണമായ ഒരു ധൈര്യവും ശക്തിയും അനുഭവപ്പെടുന്നു എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ ഒരു ബോധ്യം കൂടിയാണ്. കാരണം ജനത സുഖം പ്രാപിച്ചത് മുതൽ വീണ്ടും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പറയുകയാണ്, മിഖായേൽ മാലാഖ എഴുന്നേൽക്കും. കാരണം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്, നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ മാലാഖ എഴുന്നേൽക്കും. കാരണവും വിവരിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അവർക്കുണ്ടാകുമെന്ന് ദാനിയേൽ പ്രവാചകന് വെളിപാട് കൊടുക്കുക. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ളവർ രക്ഷ പ്രാപിക്കും, അവർക്ക് വിശുദ്ധ മിഖായേൽ സംരക്ഷണം നൽകുമെന്ന് ആ വചനം നമ്മെ പഠിപ്പിക്കുക. അതായത് ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിൽ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവർ, അവർക്ക് വിശുദ്ധ മിഖായേൽ സംരക്ഷണം കൊടുക്കുമെന്ന് പഠിപ്പിക്കുക. അതുകൊണ്ട് യഹൂദരുടെ പ്രത്യേക സംരക്ഷകൻ എന്ന നിലയിൽ അവരുടെ ദുരിതങ്ങളുടെ സമയങ്ങളിൽ മിഖായേൽ മാലാഖ അവരെ സംരക്ഷിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ജെറമ്യ 30:23 നമ്മളെ പഠിപ്പിക്കുകയാണ്, കർത്താവിൻ്റെ കൊടുങ്കാറ്റ് ക്രോധം ഉഗ്രമായ ചുഴലിക്കാറ്റായി ദുഷ്ടൻ്റെ തലയിൽ ആഞ്ഞടിക്കും. അപ്പം അതാണ് മിഖായേൽ മാലാഖയോട് നമ്മൾ ഭക്തിയുള്ളവരാകുമ്പോൾ നമ്മളെ ആക്രമിക്കുന്ന രോഗാണുക്കളായാലും ശത്രുക്കളായാലും കൂടോത്രങ്ങളായാലും മന്ത്രവാദങ്ങളായാലും ആഭിചാരങ്ങളായാലും ഇതാ കർത്താവിൻ്റെ കൊടുങ്കാറ്റ്. കാരണം നീ കർത്താവിനെ ആശ്രയിക്കുക. അപ്പം കർത്താവിൻ്റെ ശക്തി അത് കൊടുങ്കാറ്റായി, ക്രോധം ഉഗ്രമായ ചുഴലിക്കാറ്റായി ദുഷ്ടൻ്റെ തലയിൽ ആഞ്ഞടിക്കും. അങ്ങനെ ദുഷ്ടൻ തകർക്കപ്പെടും. സാത്താൻ്റെ ശക്തിക്കെതിരെ സ്ഥിരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന മാലാഖ വൃന്ദത്തിൻ്റെ നേതാവും ദൈവശക്തിയുടെ പ്രതീകവുമാണ് മിഖായേൽ. ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമ ഗ്രന്ഥത്തിൽ മിഖായേലിനെ യഹൂദ ജനത്തിൻ്റെ കാവൽക്കാരനും അവിശ്വാസികളിലും വിജാതീയരിൽ നിന്നും അവരെ രക്ഷിക്കുന്നവനുമാണ് വിശുദ്ധ മിഖായേൽ. പുതിയ നിയമത്തിൽ വെളിപാടിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സാത്താനെതിരെ പടവെട്ടുന്നവനാണ് വിശുദ്ധ മിഖായേൽ.
വെളിപാട് 12:7 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്തു യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി, അവർ തകർക്കപ്പെട്ടു. അതോടെ അവർക്ക്, സർപ്പത്തിനും അവൻ്റെ കൂട്ടാളികൾക്കും സാത്താന് സ്വർഗത്തിൽ ഇടമില്ലാതായി. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മാലാഖമാരിൽ പ്രമുഖനായ വിശുദ്ധ മിഖായേൽ ദൈവത്തിൻ്റെ ദൂതനും നമ്മുടെ സംരക്ഷകനുമായി പ്രത്യക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ മിഖായേലിനോടുള്ള വലിയ ഭക്തിയും വിശുദ്ധ മിഖായേലിൻ്റെ സംരക്ഷണ പ്രാർത്ഥനയും നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ അഭ്യസിക്കുകയും അതോടെ ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നത്. ദൈവത്തിൻ്റെ ഒരു അഭിഷേകമായിട്ടാണ് മിഖായേൽ മാലാഖ നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മിഖായേൽ മാലാഖയോട് കൂടുതൽ ഭക്തി തീഷ്ണതയും നമുക്കുണ്ടാകട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സമ്മാനങ്ങളിൽ ഒന്നാണല്ലോ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം അത് യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശുദ്ധ മിഖായേലിനെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, വ്യാധികളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, അന്ധകാര ശക്തികളിൽ നിന്ന്, മരണഭയങ്ങളിൽ നിന്ന്, മരുന്ന് കണ്ടുപിടിക്കാത്ത രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദേശങ്ങളെയും നാനാജാതി മതസ്ഥരെയും സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.